ഇന്ത്യ ഡേ പരേഡിൽ പങ്കെടുത്ത ഇന്ത്യക്കാരെ പ്രകോപിപ്പിക്കാൻ ഖാലിസ്ഥാനികളുടെ ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിയും ഭീഷണിയും. ഇന്ത്യൻ പതാക കത്തികൊണ്ട് കുത്തിക്കേറി. അത് കണ്ടിട്ടും ഭാരത് മാതാ കി ജയ് വിളിച്ച ദേശസ്നേഹികൾ മുന്നോട്ട് തന്നെ നീങ്ങി. ടൊറന്റോയിലെ ഇന്ത്യ ഡേ പരേഡിൽ പങ്കെടുത്തവർക്ക് നേരെയാണ് പരസ്യ ഭീഷണിയുമായി ഖലിസ്ഥാനികൾ രംഗത്ത് വന്നത്. ഇന്ത്യ ഡേ പരേഡ് കടന്നുപോകുന്ന വഴിയോരത്ത് ഖലിസ്ഥാനി പതാകയും ദേശവിരുദ്ധ മുദ്രാവാക്യവുമായി ഇവർ നിൽക്കുകയായിരുന്നു. പരേഡ് കടന്നുപോകുമ്പോൾ പ്രകോപനം ഉണ്ടാക്കാനായി ദേശീയ പതാക കത്തികൊണ്ട് കുത്തിക്കീറുകയും ചെയ്തു. 50ഓളം വരുന്ന ഖാലിസ്ഥാനികളാണ് ദേശസ്നേഹികളായ ഇന്ത്യക്കാരെ വെല്ലുവിളിച്ച് പാതയോരത്ത് ഖാലിസ്ഥാൻ പതാകകളും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി നിന്നത്. ദേശീയ പതാക കുത്തിക്കീറുന്നതും പരേഡ് കടന്നുപോകുമ്പോൾ ഉച്ചഭാഷിണിയിലൂടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. ദേശീയ പതാകയ്ക്ക് മുകളിലൂടെ നടക്കുന്നതും കാണാം. അതേസമയം ഖാലിസ്ഥാനികളുടെ പ്രകോപനത്തിന് ദേശീയ പതാക ഉയർത്തി വീശിയും ഭാരത് മാതാ കി ജയ് ഉച്ചത്തിൽ വിളിച്ചുമായിരുന്നു പരേഡിൽ പങ്കെടുത്ത ദേശസ്നേഹികൾ മറുപടി നൽകിയത്. ഇന്ത്യക്കെതിരായ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ കാനഡയിൽ എന്നും സജീവമാണ്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യവും നരേന്ദ്രമോദിക്കെതിരായ കൊലവിളികളുമായി ഇപ്പോഴും പ്രശ്നം സൃഷ്ടിക്കുക അവരുടെ പതിവാണ്. സ്ത്രീകളടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ത്യ ഡേ പരേഡിൽ അണിനിരന്നിരുന്നു. ഇന്ത്യ കാനഡ സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ്മയായ പനോരമ ഇന്ത്യയാണ് പരേഡ് ഒരുക്കിയത്. നഥാൻ ഫിലിപ്സ് ചതുരം കേന്ദ്രീകരിച്ചായിരുന്നു ആഘോഷങ്ങൾ. ടൊറന്റോ സിറ്റി ഹാളിലായിരുന്നു ഇന്ത്യ ഡേ പരേഡ്. ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ മറുപടി റാലിക്ക് തയ്യാറെടുക്കുന്നതായി വിവരം ലഭിച്ചിരുന്നതിനാൽ സ്ഥലത്ത് വലിയ പോലീസ് സംവിധാനവും നിലയുറപ്പിച്ചിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഖാലിസ്ഥാൻ ഭീകരർക്ക് കാനഡ താവളം ഒരുക്കുകയാണ് എന്ന് ഇന്ത്യ തുടക്കം മുതൽ ആരോപിച്ചിരുന്നു. ഖാലിസ്ഥാൻ അനുകൂലികൾക്കും ഇന്ത്യയിൽ ഭീകരവാദം ആരോപിക്കപ്പെടുന്ന തീവ്രവാദി ശബ്ദങ്ങൾക്കും കാനഡ ഒരു സുരക്ഷിത സങ്കേതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1982 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അന്നത്തെ കനേഡിയൻ പ്രധാനമന്ത്രി പിയറി ട്രൂഡോയോട് പരാതിപ്പെട്ടപ്പോൾ ഖാലിസ്ഥാനി വെല്ലുവിളിയോട് സൗമ്യമായ ഇടപെടലാണ് കാനഡ നടത്തിയത് എന്ന് 2021 പുറത്തിറങ്ങിയ ടെറി മിലേവസ്കിയുടെ ബ്ലഡ് ഫോർ ബ്ലഡ് 50 ഇയേഴ്സ് ഓഫ് ദി ഗ്ലോബൽ ഖലിസ്ഥാൻ പ്രോജക്ട് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു. ഖലിസ്ഥാൻ പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതലേ ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു. പ്രത്യേക സംസ്ഥാനം വേണം എന്ന ആവശ്യമുയർത്തി ആദ്യ പ്രഖ്യാപനം ഈ സംഘടന നടത്തിയത് യുഎസിലാണ്. പഞ്ചാബിലെ കലാപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖാലിസ്ഥാനി തീവ്രവാദികൾക്ക് ഭൗതിക പിന്തുണ നൽകുന്നതിൽ പാകിസ്ഥാനും ചൈനയും ഇടയ്ക്കിടെ ഏർപ്പെട്ടിരുന്നു. സുവർണക്ഷേത്രത്തിൽ തമ്പടിച്ചിരിക്കുന്ന തീവ്രവാദികളുടെ കൈവശം ചൈനീസ് നിർമ്മിത RPG ഉണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം കണ്ടെത്തിയിരുന്നു. ഈ RPG ഉപയോഗമാണ് ഓപ്പറേഷനിൽ ടാങ്കറുകൾ ഉപയോഗിക്കുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഖാലിസ്ഥാനികൾ എപ്പോഴും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധത അവിടെ കാനഡയിൽ സൃഷ്ടിക്കുന്നത് പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കുന്നതിലൂടെ, ക്ഷേത്ര ഭിത്തികളിൽ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം എഴുതി വെക്കുന്നതിലൂടെ, ഇതുപോലെയുള്ള ഇന്ത്യയുടെ ആഘോഷങ്ങൾ കാനഡയിലുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കുന്ന അവസരത്തിൽ അവരെ പ്രകോപിപ്പിക്കുന്നതിലൂടെ, എന്തുവന്നാലും ഖാലിസ്ഥാനികളുടെ ഈ വിരുദ്ധ സ്വഭാവത്തിന് എതിർത്ത് തന്നെ നിൽക്കും എന്ന് തന്നെയാണ് പലപ്പോഴും ഇന്ത്യ തെളിയിച്ചിട്ടുള്ളത്. ഇന്ത്യ പലപ്പോഴും കാനഡ സർക്കാരിനോട് ഇന്ത്യയുടെ നേരെയുള്ള ഇത്തരത്തിലുള്ള ഖാലിസ്ഥാനികളുടെ വാദങ്ങളെ എതിർക്കണമെന്നും അതിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പലപ്പോഴും കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇന്ത്യ വിരുദ്ധ നയം തന്നെയാണ് പലപ്പോഴും കാനഡയുടെ ഭാഗത്തു നിന്നും കാനഡയുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു സൗമ്യഭാവം ഇന്ത്യ സ്വീകരിക്കുന്നതിലൂടെ എല്ലായ്പ്പോഴും ഇന്ത്യ അങ്ങനെ തന്നെ ആകണമെന്ന് അർത്ഥമാക്കുന്നില്ല. എപ്പോഴാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ഇന്ത്യക്കറിയാം. അതുവരെ ഇന്ത്യ സമാധാനത്തോടും ക്ഷമയോടും നിൽക്കുന്നത് കാനഡയിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഓർത്തിട്ടും കാനഡയിലുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ സുരക്ഷ ഓർത്തിട്ടുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.